ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 12-ാം അധ്യായം 37-ാം വാക്യം. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്നതായി കാണുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. ഇന്ന് സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി ഏവർക്കും നേരുന്നു. പ്രത്യേകിച്ച് മേരി നാമധാരികൾക്ക് നാമഹേതുക തിരുനാളിന്റെ പ്രാർത്ഥന ആശംസകളും നേരുകയാണ്. പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ പരിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെയൊക്കെ ജീവിതത്തില് തിന്മയിൽ നിന്നകന്ന് വിശുദ്ധരായിട്ട് ജീവിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാതൃക എന്ന് പറയുന്നത് പരിശുദ്ധ കന്യകാമറിയമാണ്. പാപക്കറയേശാതെ ജീവിക്കാനായിട്ട് പറ്റണം. തെറ്റിലും പാപത്തിലും അടിമപ്പെടാതെ വിശുദ്ധിയോടുകൂടി ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ക്രൈസ്തവ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ എത്തും. ദൈവസന്നിധിയിൽ അവൻ്റെ ഒപ്പം ഇരിക്കാനായിട്ടുള്ള ഭാഗ്യം നമുക്ക് ലഭിക്കും. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകം പരിശ്രമിക്കണം. ഇന്നത്തെ വചനത്തില് ഈശോ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യജമാനൻ വരുമ്പോൾ ഉണർന്നിരിക്കുന്ന ഭൃത്യന്മാർ ഭാഗ്യവാന്മാർ. ജീവിതത്തില് എപ്പോഴും ജാഗ്രതയോടുകൂടി ഉണർവോടുകൂടി ഇരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ജാഗ്രത നഷ്ടപ്പെടുമ്പോൾ അപകടങ്ങളിലേക്ക് പാപങ്ങളിലേക്ക് നമ്മൾ വീഴും. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയും, നീ ഉണർന്നിരിക്കണം. നമുക്കറിയാം, തെറ്റ് സംഭവിക്കുന്നത് ഉണർവിലല്ല, മറിച്ച് ഉറക്കത്തിലല്ലേ. ജീവിതത്തില് ജാഗ്രത നഷ്ടപ്പെടുമ്പോഴാണ് തെറ്റിലേക്ക് പാപത്തിലേക്ക് നമ്മൾ വീണു പോകുന്നത്. ഉണർവോടുകൂടി ജാഗ്രതയോടുകൂടി ജീവിച്ചാല് എൻ്റെ യജമാനനായ ദൈവത്തെ എപ്പോഴും ശുശ്രൂഷിക്കാനായിട്ട്, എപ്പോഴും അവന് വേണ്ടത് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തില് എൻ്റെ ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. പലപ്പോഴും ഈ ജാഗ്രത നഷ്ടപ്പെടുക. ഏത് നിമിഷം എൻ്റെ യജമാനൻ എന്നെ വിളിക്കുമെന്നോ അവൻ കടന്നു വരുമെന്നോ നമുക്കറിയത്തില്ല. യജമാനൻ വരുമ്പോൾ ഈ വിശ്വസ്തത, ഈ ജാഗ്രത, ഈ ഉണർവ് എൻ്റെ ജീവിതത്തില് ഉണ്ടായാൽ മാത്രമേ എനിക്ക് യജമാനന്റെ ഒപ്പം സന്തോഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിനു മുമ്പ് ഞാൻ ഉണർവോടുകൂടി ഇരുന്നു എന്നതല്ല, എൻ്റെ യജമാനൻ വരുമ്പോൾ ഈ ഉണർവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടേ എങ്കിൽ അവന്റെ ഒപ്പം എന്നും സന്തോഷിക്കാനായിട്ട് എനിക്ക് സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറച്ചു നാൾ ഈ ഉണർവോടുകൂടി ജാഗ്രതയോടുകൂടി നമ്മൾ ജീവിക്കാറുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എന്നാ പറ്റും? ഈ ജാഗ്രത നഷ്ടപ്പെട്ടു പോകും. ഈ ഉണർവ് നഷ്ടപ്പെട്ടുകൊണ്ട് പാപത്തിന് അടിമപ്പെട്ട് എല്ലാ പ്രലോഭനങ്ങൾക്കും കീഴ്വഴങ്ങി ജീവിക്കുന്ന വ്യക്തിയായിട്ട് നമ്മൾ മാറാറുണ്ട്. അങ്ങനെ ജീവിച്ചാല് നമുക്ക് ഒരിക്കലും യജമാനന്റെ സന്തോഷത്തിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അവൻ ഒരിക്കലും എന്നെ അവന്റെ ഒപ്പം ഇരുത്തത്തില്ല. അവിടെ നിന്ന് ഞാൻ തിരസ്കരിക്കപ്പെടും. എപ്പോഴും ഈ ജാഗ്രത ഉണ്ടായിരിക്കണം. ഒരു കുമ്പസാരമൊക്കെ കഴിയുമ്പോൾ, ഒരു ധ്യാനമൊക്കെ കഴിയുമ്പോൾ ഈ ജാഗ്രത നമുക്ക് ലഭിക്കാറുണ്ടല്ലേ? എത്ര നാൾ കാണും? ചിലപ്പോൾ 2 ദിവസം, അല്ലെങ്കിൽ ഒരു മാസമൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ്. ഒരു മാസം കഴിയുമ്പോൾ ഈ കിട്ടിയ ജാഗ്രത എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് ലോകസുഖങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് പിന്നെ അടുത്ത കുമ്പസാരം വരെ പാപം ചെയ്യാം എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളായിട്ട് മാറാറുണ്ട്. സ്നേഹമുള്ളവരെ, അങ്ങനെയല്ല ജീവിക്കേണ്ടത്. എപ്പോഴും ഏത് നിമിഷവും ഈ ജാഗ്രതയും ഈ ഉണർവും. നമ്മുടെ ചുറ്റുപാടും ഒത്തിരിയേറെ പാപങ്ങളുണ്ട്. പാപത്തിന് അടിമപ്പെടേണ്ട വ്യക്തിയല്ല നമ്മൾ ആരും. നമ്മളൊക്കെ ആരാ? ദൈവത്തിന്റെ പുത്ര, അവന്റെ മകനും മകളുമായിട്ടിരിക്കുമ്പോൾ ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കണം. പരിശുദ്ധ അമ്മയെ പോലെ പരിശുദ്ധി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഹൃദയത്തിലും കാത്തു സൂക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്കും പരിശുദ്ധ അമ്മയെ പോലെ ഈ ഭൂമിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനായിട്ട്, എപ്പോഴും ജാഗ്രതയോടുകൂടി ഉണർവോടുകൂടി തെറ്റിൽ നിന്ന് അകന്ന് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.